ഈജിപ്ത് വേഴ്സസ് ഇസ്രായേൽ. അറബ് രാജ്യങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇസ്രായേലിന് ഒരു പുത്തരിയല്ല. എന്നാൽ ഈജിപ്തിന്റെ ലോ മേക്കർ ഒരു വാർത്ത പുറത്തുവിട്ടു. നിങ്ങൾ ഈജിപ്തിനെ സാധാരണ ഒരു രാജ്യമായി കരുതിയോ? എന്തു വന്നാലും ഇസ്രായേലിനെ കൊണ്ട് ഈജിപ്തിനെ ആക്രമിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയുണ്ടോ? ഒരു ദിവസം കൊണ്ട്, വെറും ഒരേയൊരു ദിവസത്തിൽ ഈജിപ്തിനെ കൊണ്ട് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിനെ കൈപ്പറ്റാൻ സാധിക്കും. ഈജിപ്തിനെ ഇസ്രായേൽ ആക്രമിക്കണം എന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഈജിപ്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കണമെന്ന് ചിന്തിച്ചാൽ അന്ന് ഇസ്രായേലിന്റെ നാശം ഈജിപ്തുകാർ കാരണം ഉണ്ടാകും എന്ന് വളരെ സെൻസിറ്റീവായ ഒരു മുന്നറിയിപ്പും നൽകി. ഇത് എത്രത്തോളം വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചോദിച്ചാൽ, ഗാസയിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും ഈജിപ്തിലെ ആരും വലുതായി ഒന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പോ ഈജിപ്ത് ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താണ് ഇസ്രായേൽ ചെയ്തത്? കൂടാതെ ഗാസയെക്കുറിച്ചുള്ള ചില അപ്ഡേറ്റ്സ്, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ബക്രി, ഈജിപ്തിന്റെ പ്രധാനപ്പെട്ട ലോ മേക്കർ, ഗവൺമെന്റിൽ അധികം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി. ഇദ്ദേഹം ഒരു പ്രസ് മീറ്റിൽ സംസാരിച്ച കാര്യമാണ്. അടുത്തിടെയായി ഇസ്രായേലിന്റെ പക്കൽ നിന്നും ഈജിപ്തിൽ നേരിട്ടുള്ള ഒരു ത്രെഡ് വരുന്നുണ്ട്. ഇസ്രായേലിന്റെ മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചില പ്രധാനപ്പെട്ട വ്യക്തികളും പറയുന്നത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്, ഈജിപ്തിനെ തങ്ങളുടെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കണം എന്നാണ്. കാരണം ഈജിപ്തുകാർ കാരണം ഒരുപാട് സഹായങ്ങൾ പാലസ്തീനർക്ക് സംഭവിക്കുന്നുണ്ട്. കൂടാതെ പാലസ്തീൻ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഉണ്ടാക്കാൻ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞത്. ഇസ്രായേലിന്റെ ചില മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ ഇസ്രായേലിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികളായാലും പറയുന്ന കാര്യം, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന കാര്യം, ഈജിപ്തിനെ തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈജിപ്ത് കാരണം ഒരുപാട് സഹായം പാലസ്തീനർക്കും പാലസ്തീൻ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഉണ്ടാക്കാനും അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് വളരെ രസകരമായി തോന്നുകയാണ്. മാൻ പവർ വൈസ് ആയാലും സൈനികം സംബന്ധിക്കുന്ന രീതിയിൽ നോക്കിയാലും ഇസ്രായേലിനെക്കാളും ഈജിപ്ത് പല മടങ്ങ് ശക്തിയാർന്ന രാജ്യമാണ്. ഞങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, ഈജിപ്തിന്റെ സർക്കാർ ചിന്തിക്കുകയാണെങ്കിൽ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 246 ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ തീർച്ചയായും ഒറ്റ ദിവസത്തിൽ, വെറും 24 മണിക്കൂറിൽ ഇസ്രായേലിനെ ഞങ്ങളെ കൊണ്ട് വീഴ്ത്താൻ സാധിക്കുമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. അപ്പൊ എന്തുകൊണ്ട് ഇവർ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചു? അതും ഒറ്റ ദിവസത്തിൽ ഇസ്രായേലിനെ ഞങ്ങളെ കൊണ്ട് വീഴ്ത്താൻ കഴിയും എന്നൊക്കെ വളരെ സെൻസിറ്റീവായ രീതിയിൽ ലോ മേക്കർ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ഇസ്രായേലിന്റെ മീഡിയാസ് ആയാലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രവർത്തകരും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈജിപ്തിൽ അസ്വാൻ ഹൈ ഡാം, നൈൽ നദിയിൽ വളരെ വലുതായി പണിതിരിക്കുന്ന ഈജിപ്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാം. ഈജിപ്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതാണ്, ഒരു വലിയ വാട്ടർ റിസർവ്. അങ്ങനെയുള്ള ഒരു ഡാമിനെ ഇസ്രായേൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ആക്രമിക്കും. ഈജിപ്ത് പാലസ്തീനരെ സഹായിച്ചാലും അല്ലെങ്കിൽ ഇറാൻ സംബന്ധിക്കുന്ന ഹിസ്ബുള്ള സംഘടനകൾക്ക് സഹായം ചെയ്താലും ഈ ഒരു ഡാം യാതൊരു മുന്നറിയിപ്പും കൂടാതെ നശിപ്പിക്കും. ഇത് നശിച്ചാൽ എന്ത് പ്രശ്നമാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ആ ഉണ്ടാകുന്ന ഫ്ലഡ് കാരണം, അതും ശരിയായ ഇവാക്വേഷൻ പോലും ഇല്ലാതെ ഉണ്ടാകുന്ന ഈ ഒരു ദുരന്തത്തിൽ ഉടൻ തന്നെ 10 ലക്ഷം ആളുകൾ മരിക്കും. ആ വഴിയിലുള്ള ആ അസ്വാൻ റിസർവ് പ്രദേശത്തുള്ള അത്രയും മിലിറ്ററി ബേസസും നശിക്കും. ഏകദേശം ഈജിപ്തിന്റെ ഗണ്യമായ ഒരു പ്രദേശം ഈ ഫ്ലഡിന് ഇരയാകും. അത്രത്തോളം വലിയൊരു ഡാം ഞങ്ങളുടെ നിരീക്ഷണത്തിലാണുള്ളത്. അപ്പോ ഈജിപ്ത് എന്ത് തീരുമാനം എടുത്താലും ഇതൊക്കെ ആലോചിച്ച് എടുക്കണമെന്നുള്ള ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോ ഈ ലോ മേക്കർ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. എന്നാൽ പ്രാക്ടിക്കലി നോക്കിയാൽ ഈജിപ്തിനെ കൊണ്ട് ഇങ്ങനെ ഒറ്റ ദിവസത്തിൽ ഇസ്രായേലിനെ തകർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ആണവായുധങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ട്. അപ്പോ ഈ ആണവായുധങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് രാജ്യങ്ങളെയും കമ്പാരിസൺ ചെയ്യാൻ സാധിക്കില്ല. അതൊരിക്കലും അംഗീകരിക്കാനും കഴിയാത്ത കാര്യമാണ്. കാരണം ഫ്രണ്ട് ലൈനിൽ അവർ ആണവായുധങ്ങൾ, അതായത് ഇസ്രായേൽ കൊണ്ടുവന്ന് നിർത്തും. മിലിറ്ററി വൈസ് നോക്കിയാൽ കൺവെൻഷണൽ വെപ്പണിൽ ഈജിപ്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ട്. ഇസ്രായേലിനെ കൗണ്ടർ ചെയ്യേണ്ട അളവിൽ അവരുടെ പക്കൽ വിമാനങ്ങളുമുണ്ട്. എയർ ഡിഫൻസ് സിസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മെയ്ഡ് സിസ്റ്റംസും ഉപയോഗിക്കുന്നുണ്ട്, റഷ്യൻ മെയ്ഡ് സിസ്റ്റംസും ഉപയോഗിക്കുന്നുണ്ട്. ഇവയെല്ലാം ഉപയോഗിച്ച് ഇസ്രായേലിനെ അവരെ കൊണ്ട് കൗണ്ടർ ചെയ്യാൻ സാധിക്കും ഒരു സാധാരണ യുദ്ധത്തിൽ. എന്നാൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ ആണവായുധങ്ങൾ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയാൽ അത് ഈജിപ്തിനെ കൊണ്ട് തടയാൻ സാധിക്കില്ല. എന്നാൽ ആണവായുധങ്ങളെക്കാട്ടിലും ശക്തിയാർന്ന ഒരു വെപ്പൺ ഈജിപ്തിന്റെ പക്കൽ ഉണ്ട്. ഇത് ഈജിപ്ത് ഉപയോഗിച്ചാൽ ഇസ്രായേൽ എന്നല്ല, അമേരിക്ക തന്നെ ഇവരുടെ പക്കൽ സറണ്ടറായേ മതിയാകും. അവർക്ക് മറ്റു മാർഗം ഒന്നും കാണില്ല. അങ്ങനെ എന്ത് വെപ്പണാണതെന്ന് ചോദിച്ചാൽ, സുവേസ് കാനൽ.
ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. നേരിട്ട് ആക്രമിച്ച് ഒരു ആണവായുധം പ്രയോഗിച്ച് അല്ലെങ്കിൽ മിലിറ്ററി ഉപയോഗിച്ച് മാത്രമേ നിങ്ങളെ കീഴടക്കാൻ കഴിയൂ എന്നൊന്നും ഇല്ല. ഈ സുവേസ് കനാൽ ഈജിപ്തിന്റെ കൺട്രോളിലാണുള്ളത്. ഈ ഏഷ്യൻ കോണ്ടിനെന്റിനും മിഡിൽ ഈസ്റ്റിനും വഴി നടക്കുന്ന അത്രയും പെട്രോളിയം പ്രോഡക്റ്റ് ട്രാൻസ്ഫറും ഈ ഒരു കനാൽ വഴിയാണ് നടക്കുന്നത്. ഇതിനു മുൻപ് ഒരു എവർഗ്രീൻ കപ്പൽ ബ്ലോക്ക് ആയപ്പോ തന്നെ ആ ഒറ്റ ദിവസത്തിൽ ഓഹരി വിപണി അത്രയേറെ ഇടിഞ്ഞു. ഒരു വലിയ ബ്ലോക്കേഡ് അവിടെ ഉണ്ടാക്കി. ഒരു കപ്പൽ ബ്ലോക്ക് ആയപ്പോ തന്നെ അത്ര വലിയ പ്രശ്നം ഉണ്ടായി. അപ്പോ ഈജിപ്തിന്റെ ആ ഒരു കോൺവേ ക്ലോസ് ആവുകയാണെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ അത് പ്രതികൂലമായി ബാധിക്കും. അത് നെഗറ്റീവായി ബാധിക്കും. നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഇട്ടവരായാലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തവർ അത്രയും പേരുടെ മൂല്യം താഴെ ഇറങ്ങാൻ തുടങ്ങും. കപ്പൽ കമ്പനികളെല്ലാം തിരിച്ചടി നേരിടാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു കനാൽ ക്ലോസ് ചെയ്താൽ ഈ കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ചുറ്റി വരേണ്ടി വരും. ഏകദേശം 20,000 കിലോമീറ്റർ എക്സ്ട്രാ വരും. ഇങ്ങനെ ഒരു വലിയ കടൽ യാത്രയിൽ അകത്തുള്ള വസ്തുക്കൾ എല്ലാം നശിച്ചു പോകും. അതിന്റെ ചിലവുകൾ വർദ്ധിക്കും, വിലയും വർദ്ധിക്കും. ആണവായുധത്തെക്കാൾ മോശമായ ഒരു വെപ്പൺ ഇതാണ്. ഇങ്ങനെ ഒരു ബ്ലോക്കേഡ് ഈജിപ്ത് ചെയ്താൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഒരു ചർച്ചയിലൂടെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഒരു ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് മിലിറ്ററിയെ മുഴുവനും ഉപയോഗിച്ച് അമേരിക്ക അകത്തു വന്ന് എന്തെങ്കിലും പ്രശ്നം ചെയ്യും എന്ന് നോക്കിയാലും അതും ഒരു ഓൾ ഔട്ട് വാറായി മാറും. വീണ്ടും ഒരു അറബ് ഇസ്രായേൽ യുദ്ധം അവിടെ ഉണ്ടാകും. അപ്പോ ഇസ്രായേലിനെ കൊണ്ട് ആണവായുധങ്ങൾ അല്ലാതെ ഇവരെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന പോളിസി ആയിരിക്കും വരിക. ഇത് ഇതിനകം ഒരുപാട് യുദ്ധത്തിൽ അവർ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ 6 ദിവസത്തെ യുദ്ധം, അതിൽ ഓപ്പറേഷൻ ഫോക്കസ് 1981 ഓസ്ട്രേക് ന്യൂക്ലിയർ ഫേസ് സ്ട്രൈക്കിൽ നടത്തിയ ഓപ്പറേഷൻ ഓപ്ര, സിറിയയിലെ ന്യൂക്ലിയർ റിയാക്ടർ സ്ട്രൈക്കിൽ 2007 ഓപ്പറേഷൻ ആർച്ചർ, ഇങ്ങനെ ഒരുപാട് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായി ഇസ്രായേൽ ഡാമിനെ ആക്രമിക്കുന്നത് ഇസ്രായേലിന്റെ ഒരു പദ്ധതി ആയിരിക്കാം എന്നുള്ളതാണ് ഇപ്പോ ഈജിപ്തിന്റെ ഒരു ഭയം. ഭയം എന്നതിനപ്പുറം ഇത് ഈജിപ്തിനൊരു വലിയ ത്രെഡാണ്. ഇത്രത്തോളം ഒരു വലിയ ഡാമിനെ ആക്രമിച്ചാൽ വെറും ആ ഒറ്റ കാരണം കൊണ്ട് ഈജിപ്തിന് അത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കാൻ ഇസ്രായേലിന് സാധിക്കും. എന്നാൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഇന്ന് ഇസ്രായേലുള്ള സാഹചര്യത്തിൽ, അതും അമേരിക്കയിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചിരിക്കുന്ന സമയത്ത്, ഇസ്രായേൽ ഒരല്പം ആലോചിച്ച് മാത്രമേ എന്തും പ്രവർത്തിക്കുകയുള്ളൂ. കാരണം അവരുടെ സ്റ്റോക്ക് പെയിൽസ് എല്ലാം വീണ്ടും പഴയതുപോലെ ആകണം. ഇതിന്റെ ഭാഗമായി അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ഇസ്രായേലിലേക്ക് വന്നത് മാത്രമല്ല, നേരിട്ട് ഒരു വലിയ ഷിപ്മെന്റ് തന്നെ നൽകിയിട്ടുണ്ട്. പല കണ്ടെയ്നേഴ്സായി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഗാസയിൽ 70% നഷ്ടമുണ്ടാക്കിയ വെപ്പൺസ് എല്ലാം, ബോംബുകൾ എല്ലാം ഇസ്രായേലിൽ സ്റ്റോക്ക് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇസ്രായേലിലെ ശത്രുവായ ഹിസ്ബുള്ള, ഹമാസ് ഇവർക്ക് വരുന്ന 92% വെപ്പൺ സപ്ലൈ റൂട്ട്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹിസ്ബുള്ളയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് ആയാലും അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സും പറയുന്നത് ഇവർ ഞങ്ങളെ മാത്രമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. ഇതെല്ലാം സത്യം തന്നെയാണ്. ഇറാനിൽ നിന്ന് വരുന്ന പ്ലെയിൻസിന് പോലും ലബനനിൽ ഇറങ്ങാൻ ഒരു അനുവാദം നൽകിയിട്ടില്ല. അതുപോലെ സിറിയയിൽ ഭരണമാറ്റം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് വരുന്ന ആയുധങ്ങളും ഇസ്രായേലിലെ സ്ട്രൈക്സ് കാരണം തുടർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ അവിടെ ശരിയായ ഒരു കാര്യം പദ്ധതിയിട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയെ നല്ല രീതിയിൽ തന്നെ ആക്രമിച്ചിട്ടുണ്ട്. വീണ്ടും സ്റ്റോക്ക് പെയിൽസ് പഴയ രീതിയിൽ കൊണ്ടുവരണം. ഹിസ്ബുള്ളയുടെ സ്റ്റോക്ക് പെയിൽസ് എല്ലാം പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ വീണ്ടും അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്റ്റോക്ക് പെയിൽസ് ഇൻക്രീസ് ചെയ്യേണ്ട സമയം പോലും ലഭിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഇതിനകം വീക്കായ ഒരു വ്യക്തി, അവർക്ക് ആവശ്യമായ സപ്ലൈസും സോഴ്സസും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവർ വീക്കാകും. ആ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോ ഇൻഡയറക്റ്റ് ഹിസ്ബുള്ള യുദ്ധം ഇസ്രായേൽ നീട്ടിക്കൊണ്ടുപോകുന്നത്. ഇപ്പോ അമേരിക്കയിലെ ഒരു ഭരണമാറ്റം സംഭവിച്ചതിനു ശേഷം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെക്കാൾ കൂടുതൽ നേട്ടം സംഭവിക്കുന്നത് ഇസ്രായേലിന് മാത്രമാണ്. ഇതിങ്ങനെ പോകുമ്പോൾ ഗാസയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ വീണ്ടും പരിഭ്രാന്തി അധികമാക്കിയിട്ടുണ്ട്. അടുത്തിടെ പ്രിസണർ എക്സ്ചേഞ്ച്, ഇത് നന്നായി 2 ഭാഗത്തും നടന്ന് അവസാനിച്ചു. ആദ്യത്തെ ഫേസ് അവസാനിക്കാൻ ഇനി 2 ആഴ്ചയുണ്ട്. ഇപ്പോഴാണ് ഈ ഒരു കണക്ക് പുറത്തു വന്നത്. അതായത് ഗാസയിൽ ജനങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ ശുദ്ധജലം പോലും ഇല്ല. 30 പേരിൽ 2 പേർക്ക് പോലും ശുദ്ധീകരിച്ച ജലം ലഭിക്കുന്നില്ല. ഇങ്ങനൊരു കുറ്റാരോപണമാണ് വന്നത്. ഇത് വളരെ വളരെ വലിയൊരു റേഷ്യോ തന്നെയാണ്. 30ൽ 2 പേർക്ക് പോലും ശരിയായ വെള്ളം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും തന്നെ ഇല്ല എന്നാണ് അർത്ഥം. ഇന്നലെ പോലും
റഫ ക്രോസിംഗ് വഴി ടെമ്പററി ഹോംസ് കൊണ്ടുപോയിരുന്നു. ഏകദേശം 100 കണക്കിന് ടെമ്പററി ഹോംസ് റെഡിയാക്കി അകത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ ആ ഒരു ട്രക്കിനെ ഇസ്രായേൽ സ്റ്റോപ്പ് ചെയ്തു. അതിനായിട്ടുള്ള കാരണം ഇസ്രായേൽ പറഞ്ഞില്ല. എന്താണ് പ്രശ്നമെന്നും അറിയില്ല. എന്നാൽ അതിനെ മുഴുവനായും സ്റ്റോപ്പ് ചെയ്തു. ഇവരിതിനെ എപ്പോഴിനി അലോ ചെയ്യും എന്നും അറിയില്ല. ഇവയേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം 60,000 ആളുകൾക്ക് ഒരു സെൻട്രൽ ഹോസ്പിറ്റൽ കണക്കാണ് ഇപ്പോഴുള്ളത്. ഇപ്പോ ഗാസയിലുള്ള ജനങ്ങളുടെ അവസ്ഥ ഇതാണ്. അപ്പോ വീണ്ടും ഗാസയെ റീബിൽഡ് ചെയ്യണം. ഇസ്രായേലിലെ സ്ട്രൈക്സിന് ശേഷം ഗാസയെ റീബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും കുറഞ്ഞത് 10 വർഷമെങ്കിലും എടുക്കും. കാരണം അവിടെ നാശനഷ്ടം അത്രത്തോളം ഉണ്ട്. അതിനെല്ലാം മുഴുവനായും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 വർഷം എടുക്കും. അതും അവിടെ ഭരിക്കുന്ന പാർട്ടി അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പൊ വീണ്ടും ഗാസയെ കെട്ടിപ്പടുക്കുക, അതിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ട്രംപിന്റെ പദ്ധതി അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ഗാസ തന്നെ അവിടെ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. പക്ഷെ ഈ ഒരു റീബിൽഡ് ചെയ്യുന്ന സമയത്തെങ്കിലും അവിടെയുള്ള ജനങ്ങൾക്ക് ശരിയായ സഹായം ലഭിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കൂ. കൂടാതെ അവിടങ്ങളിൽ ചില രോഗങ്ങൾ പടരുന്നതായും വിവരം വരുന്നുണ്ട്. അവിടെ ഒരുപാട് ഇൻഫെക്ഷൻസും മാലിന്യങ്ങളും ഡെഡ് ബോഡീസും ഉള്ളതുകൊണ്ട് പല രോഗങ്ങളും അവിടെ പടർന്ന് പന്തലിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇതിനൊക്കെ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്? അടുത്ത ഘട്ടമുള്ള ഈ ഒരു ഹോസ്റ്റേജസ് ഡീൽ നടക്കുമോ? ഇവയെല്ലാം കണ്ടു തന്നെ അറിയാം. ഈ 2 വിഭാഗവും യാതൊരു പ്രശ്നവും ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാം പദ്ധതി അനുസരിച്ച് നടക്കും. പക്ഷേ ഈ പദ്ധതികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇസ്രായേൽ അവരുടെ സ്റ്റോക്സിൽ എന്തെല്ലാമാണോ കുറഞ്ഞത് അതെല്ലാം വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് ആണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.